നേരില്ലാത്ത നേരത്തെ വെപ്രാളപ്പെട്ടിട്ടുള്ള ഒരു പാക്കിംഗ് വീഡിയോ കണ്ടല്ലോ. ഇപ്പൊ സമയം വൈകിട്ട് 5:45. 6:30 മുന്നേ പാക്ക് ചെയ്തിട്ട് കൊറിയർ ഓഫീസിലേക്ക് എത്തിക്കേണ്ട സാധനത്തിനാണ് ഞാൻ ഈ 5:45 പാക്ക് ചെയ്യാൻ ഇരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് പാക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പോളറോയിഡ്സും കുറച്ച് വാൾ പോസ്റ്റേഴ്സും ഉണ്ട്, പിന്നെ ഒരു മിനി ഫ്രെയിം ഉണ്ട്, പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു ഒരു ഫെദറിന്റെ കാര്യം, ആ ഫെദർ ഉണ്ട്. അപ്പൊ നമുക്ക് പാക്ക് ചെയ്യാൻ തുടങ്ങാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പാക്കിങ്ങിനെ പറ്റി വലിയ ഐഡിയ ഇല്ല, ബിക്കോസ് എൻ്റെ എല്ലാ ഓർഡേഴ്സും വാപ്പയാണ് എനിക്ക് പാക്ക് ചെയ്ത് തരുന്നത്. ഇതാദ്യമായിട്ടാണ് ഞാനായിട്ട് പാക്ക് ചെയ്യുന്നത്. അതിന്റെ വീഡിയോയിൽ കാണാനുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ആ ഫെദർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രെയിം പാക്ക് ചെയ്തിട്ട് വെക്കാം. എന്റെ പാക്കിംഗ് കണ്ട് ഞെട്ടിയില്ലേ? ഇതേപോലെ ഒരു ഞെട്ടലായിരുന്നു ഇത് കൈ കിട്ടി കഴിഞ്ഞപ്പോൾ കസ്റ്റമർ എന്നോട് ചോദിച്ചാൽ എന്താണെന്നറിയാമോ, നിനക്ക് വല്ല സെലോ ടേപ്പിന്റെ കച്ചവടം ഉണ്ടോന്ന്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. എന്തെങ്കിലും ആവട്ടെ. ഇനി ഞാൻ ഈ പോളറോയിഡ്സ് വെക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ താഴെ ഒരു കത്രിക കിടപ്പുന്നുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് ധൃതിപ്പെട്ടിട്ടുള്ള പാക്കിംഗ് ആയിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ ഓൾറെഡി അത് വീഡിയോ എഡിറ്റ് ചെയ്യാതിരുന്നപ്പോഴാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ പിന്നെ ഞാനത് ട്രാൻസാക്ഷൻ മൂലം അങ്ങോട്ട് മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് പേര് എഴുതി ക്ലിംഗ് റാപ്പൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ കൊറിയർ അയച്ചത്. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഓൾറെഡി ലേറ്റ് ആയിരുന്നു. സോ ഞാൻ പോയിട്ട് കൊറിയർ അയച്ചിട്ട് വരാം. അപ്പോൾ ശരി എന്നാലും.